എന്നാലും ഒരു ആത്മാവിന് ഇത്രയും കാശ് വേണോ? ആ അതാ ഞാനും ആലോചിക്കുന്നേ. അപ്പൂപ്പന്റെ പേരിലൊരു ചെക്കങ്ങ് അയച്ചാലോന്ന് ആലോചന. പക്ഷെ അതിന് അഡ്രസ് അറിയണോന്നുണ്ടല്ലോ. പരലോകം എഴുതിയാ പോരെ? ആ അവിടെ ഒരേ പേരിൽ തന്നെ ഒരുപാട് പേര് കാണത്തില്ലേ? ചെക്ക് മറ്റാർക്കെങ്കിലും കിട്ടിയാലോ? വടി കൊടുത്ത് അടി വാങ്ങിയോന്നാ എന്റെ സംശയം. എന്റെയും സംശയം അത് തന്നെയാ. നോക്ക്, ആകെ ഒരു വ്യത്യാസം കാണുന്നില്ലേ? തന്നെ ഒരു മാറ്റം കാണുന്നില്ലേ? അളിയന് മനസ്സിലായില്ലേ? മന്ത്രവാദിയല്ലേ? കണ്ട മന്ത്രവാദിയുടെ പവർ കണ്ട. മന്ത്രവാദിയെ കണ്ടപ്പോ തന്നെ അളിയന് മനസ്സിലായില്ലേ മന്ത്രവാദിയാണെന്ന്? ഭയങ്കരം തന്നെ കേട്ടാ. ഒരു കാര്യം ചെയ്യാവോ? വീട്ടിൽ നിന്ന് ഒന്നിറങ്ങണം. നിങ്ങളോട് പറഞ്ഞ് ഇറങ്ങണം. ഇറങ്ങണോ? അല്ല, അത് പറഞ്ഞത് മര്യാദക്ക് അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് ഇറക്കേണ്ടി വരും. പോയെ അളിയെ കൂട്ടിക്കൊണ്ട് പോ. അല്ല പോലെ വേണ്ട. മന്ത്രവാദി കൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങ് വന്നേ. യക്ഷി ഒഴിഞ്ഞാലും മന്ത്രവാദി ഒഴിയില്ല എന്നൊരു ചൊല്ലുണ്ട്. മന്ത്രവാദമൊക്കെ കഴിഞ്ഞിട്ടും ഇയാള് പൈസ മേടിച്ചോണ്ടിരിക്കുക ഓരോ ക്രിയകളും പറഞ്ഞ്. അതിനുവേണ്ടിയല്ലേ ഇപ്പൊ വന്ന്? അല്ല അത് പിന്നെ അളിയ ഈ മന്ത്രവാദം എന്ന് പറഞ്ഞാലേ ഇല്ലല്ലേ വിളിച്ചില്ല. വന്നൊന്നും ചെവിയും കേട്ടില്ല. എന്തോന്നു ചേച്ചി എന്താ കുഞ്ഞേ? അല്ല എന്താ പൂജ എന്ന് പറഞ്ഞ കാശ് കുറയായി. ഇതിപ്പം ഒരവസാനം ഇല്ലാത്ത പോലെ. മതി, ഇനി മതി. അത് ശരി. കുഞ്ഞു പറയണ കേട്ടാ തോന്നുന്നു ഈ പൂജയും ക്രിയയൊക്കെ നടത്തുന്നത് എനിക്ക് വേണ്ടിയാണെന്ന്. എന്റെ കുഞ്ഞിന് ഇന്ന് വേണ്ടെങ്കിൽ ഈ ലതാകുമാരിക്ക് ഇന്നലെ വേണ്ട. ഇന്നലെ. അയ്യോ ചേച്ചി, ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്ന് കഴിയുമ്പോ വേറൊരു പൂജയുടെ പേര് പറയുന്നു. ഞാനാണെങ്കി അങ്ങ് അകപ്പെട്ട പോലെ ആയിപ്പോയി. കുഞ്ഞെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുതേ. ദൈവ കാര്യത്തിന് ഇത്തിരി കാശ് ചെലവാക്കിയിട്ട് അകപ്പെട്ടു പോയെന്നാ? നാരായണ ഭഗവാനെ. കുഞ്ഞെ, ദൈവത്തിന് നമ്മൾ 5 പൈസ കൊടുത്താ അത് 10 പൈസയായിട്ടല്ല 50 പൈസയായിട്ട് ദൈവം മടക്കി തരും. 50 പൈസയായിട്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ മന്ത്രവാദിയിലൂടെ പറഞ്ഞേക്കാം. ഇനി പൂജയൊന്നും വേണ്ട. തീർന്നല്ല? ശരി. ഇവിടെ ആരാ വെറ്റില മുറുക്കുന്നത്? വെറ്റില മുറുക്കോ? നിനക്കെന്തിനാ കുക്കുരു സലകാലമോ നഷ്ടപ്പെട്ട? ഇവിടെ ആര് മുറുക്കണത്? പിന്നെ ഇതെവിടെ നിങ്ങൾക്ക് എന്തോന്ന്? എടാ ഇത് അതുകൊണ്ട് ഇട്ടതാ. അതാ അതെന്ന് വെച്ചാൽ അത് എച്ചി. എടാ ഇവിടെ മൊത്തം എച്ചികളാടാ. എനിക്ക് വയ്യ, ഇവിടെ ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ. തട്ടിപ്പാ, മൊത്തം തട്ടിപ്പാ. യക്ഷിയും പക്ഷിയൊക്കെ വെറും ഭാവനകളല്ലേ, ആരും വിശ്വസിക്കരുത്. കാശിപ്പോ തന്നെ കുറച്ച് ഇറങ്ങി. ഇനി കാശ് ചിലവാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? യക്ഷി പറഞ്ഞ് വീട്ടിൽ കയറിയെന്നും പറഞ്ഞ ഒരു അച്ഛൻ വീട് തുറന്ന് അകത്ത് കയറിയിരിക്കുക. പൂജയ്ക്കെന്നും പറഞ്ഞ് കുറെ കാശ് പോയി. യക്ഷി ഒഴിഞ്ഞു, പക്ഷെ മന്ത്രവാദി ഒഴിയുന്നില്ല. പറ്റിപ്പിനെതിരെ രംഗത്തിറങ്ങണം. 2 വീടുകാരെ ഒരേ സമയം പറ്റിച്ചോണ്ടിരിക്കുക. ഞാൻ ദുർബല വികാരങ്ങളെല്ലാം മാറ്റിവെച്ചു. ഇനി യക്ഷിക്കെതിരെ പോരാടാൻ പോവുക. മൊത്തം തട്ടിപ്പാ അല്ലേ?